അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷൻ്റെ ഉപക്രമമാണ്. ബഹുമാന്യനായ ഈ യോഗ ഉദ്ഘാടകൻ അൽ ഉസ്താദ് വൈ.എം. ഹനീഫ മൗലവി അവர்கள், ഉത്ബോധന പ്രസംഗം നടത്തുന്ന അൽ ഉസ്താദ് അസയ്യിദ് ഹാഷിം ഹദ്ദാദ് തങ്ങൾ, മുഖ്യപ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേരുന്ന ജനാബ് കടക്കൽ ജുനൈദ് സാഹിബ്, അതുപോലെ തന്നെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ഇമാമും മുദരിസുമായ ജനാബ് അബ്ദുൽ ലത്തീഫ് മൗലവി അൽ ഖാസിമി അവർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഈ ഫോറത്തിൻ്റെ പ്രസിഡൻറ്റ് ഷിബു അവർ, ഈ വേദിക്ക് മുന്നിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യക്ഷൻ്റെ കടമയാണ് എങ്കിൽ പോലും സ്വാഗത പ്രസംഗത്തിൽ കൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചിലതൊക്കെ വരാതെ പോയതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കുന്നിക്കോട് മുസ്ലിം കൾച്ചറൽ ഫോറം KMCF എന്ന ഒരു സംഘടന ഇവിടെ ഒരു നവജാത ശിശുവിനെ പോലെ ഉദയം ചെയ്തിരിക്കുന്നു. ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ള ആ ശിശുവിന് എന്തു പേര് പറഞ്ഞാലും ശരി, അതിന് ഒരു ഔപചാരികമായ ഒരു രംഗപ്രവേശം ഇന്ന് നടത്തുകയാണ്. ഉദ്ഘാടന കർമ്മം അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ വാചാലമാകേണ്ട കാര്യമില്ല. കാരണം വളരെ വിശദമായി ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളെയും ഉദ്ദേശ്യങ്ങളെയും പ്രതിപാദിക്കുന്ന വിവിധ നോട്ടീസുകൾ, അതുപോലെ ബഹുമാന്യരായ സഹോദരന്മാരുടെ സംഭാവനകളായി രംഗത്ത് വന്നിട്ടുള്ള സപ്ലിമെൻ്റ്, ഇതൊക്കെ ഈ സംഘടനയുടെ പ്രവർത്തന രീതിയെയും അതുപോലെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും വളരെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നിങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ ഉദ്ഘാടന ദിവസം ആയ ഇന്ന് നമ്മൾ ബഹുമാന്യനായ കറ്റാനം ഉസ്താദ് നഗർ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും സീനിയറായിട്ടുള്ള, പ്രായത്തിൽ സീനിയറായ മനുഷ്യർക്ക് പോലും ആദരണീയനായ മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ബഹുമാന്യനായ കറ്റാനം ഉസ്താദ് അവരുടെ സ്മരണയ്ക്ക് വേണ്ടി MSM ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള മുഖ്യ 2 സെഷൻ കടന്നുപോയത്. അതായത് 2 സൈക്കോ കൗൺസിലിംഗ് ക്ലാസ്സുകളാണ്, വളരെ വിലപ്പെട്ട 2 കൗൺസിലിംഗ് ക്ലാസ്സുകളാണ് അവിടെ നടന്നത്. സന്തുഷ്ട കുടുംബജീവിതം ഇസ്ലാമിലൂടെ ഒരു വിഷയം രാവിലത്തെ സെഷനായിരുന്നു. ഏതാണ്ട് 10-200-ലധികം ആളുകൾ പങ്കെടുത്തു. അവർ ആ പ്രഭാഷണത്തിൽ, ആ ക്ലാസ്സുകളിൽ നിന്ന് വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അവർ വളരെ സന്തുഷ്ടരായി പലവിധ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി. സഹോദരിമാരിൽ നിന്ന്, മാതാക്കളിൽ നിന്ന് ലഭിച്ചതായ അഭിപ്രായങ്ങൾ സത്യത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിരുന്നു. കുടുംബജീവിതത്തിൽ, മക്കളുടെ പരിപാലനത്തിൽ, മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൽ ഒക്കെ അനുവർത്തിക്കേണ്ടുന്ന, ജീവിത വിജയം നേടാൻ സഹായിക്കുന്ന, ജീവിതത്തിൽ സന്തോഷം എന്തു തന്നെ ഉണ്ടായാലും, എത്രമാത്രം സമ്പത്തുണ്ടായാലും സന്തോഷം എന്ന അനുഭൂതി ലഭ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആ ക്ലാസ്സിൽ കൂടി സഹോദരിമാരെയും
ബഹുമാന്യരായ സഹോദരന്മാരെ, പിതാക്കളെ കൊണ്ടെത്തിക്കാൻ ആ ക്ലാസ് നയിച്ച ബഹുമാന്യനായ ചെറുപ്പക്കാരൻ അബ്ദുൽ അസീസ് അഷ്റഫി എന്ന കണ്ണൂർക്കാരനായ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞു. അത് ഒരു യാഥാർത്ഥ്യമാണ്. വൈകുന്നേരം നടന്ന 2ാം സെഷൻ ലക്ഷ്യബോധമുള്ള തലമുറ. ആ വിഷയത്തിൻ്റെ പേര് തന്നെ നമ്മൾ വളരെ ഗഹനമായൊന്ന് ചിന്തിക്കണം. ലക്ഷ്യബോധമുള്ള തലമുറ. നമ്മൾ എന്തിനു ജീവിക്കുന്നു, നമ്മൾ എന്തിനു പഠിക്കുന്നു, നമ്മൾ എന്തിനു പ്രവർത്തിക്കുന്നു, ഈ യോഗം തന്നെ എന്തിനു സംഘടിപ്പിച്ചു, ഈ സംഘടന എന്തിനുണ്ടാക്കി, ഇതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം, നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ളതായ വഴികൾ, ഇസ്ലാം അനുശാസിക്കുന്ന ശരിയായ പന്താവുകൾ, ഇതിനെയൊക്കെ വളരെ സമർത്ഥമായി വിശുദ്ധ ഖുർആനിൻ്റെയും പരിശുദ്ധ ഹദീസിൻ്റെയും വെളിച്ചത്തിൽ വളരെ സമർത്ഥമായി സമുദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, വളരെ വിജയകരമായ ആ 2 സെഷൻ കടന്നിട്ട് നമ്മൾ 3ാമത്തെ സെഷനിലേക്ക് വരികയാണ്. നമ്മൾ ഈ സംഘടനയ്ക്ക് ഒത്തിരി ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് പ്രഥമ ദൃഷ്ടിയ അത് വായിച്ചു നോക്കുമ്പോൾ അമ്പിളിയമ്മാവനെ പിടിക്കുന്നത് പോലെ തോന്നാം. പക്ഷേ ഇന്നത്തെ ആ സ്റ്റഡി ക്ലാസ്, ആ സൈക്കോ കൗൺസിലിംഗ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം, ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ പടിപടിയായി ചെയ്താൽ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അതിൽ കാണിച്ചിരിക്കുന്നതായ ലക്ഷ്യങ്ങൾ ഓരോന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഈ വിനീതരായ ഞങ്ങൾക്കുണ്ട്. ബഹുമാന്യരായ നിങ്ങളുടെ പിന്തുണയും സഹകരണവും സഹായങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പറയുന്ന ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സുതാര്യമാണ്. ഒരു പ്രസ്ഥാനത്തെയോ മറ്റേതെങ്കിലും ഒരു ഏജൻസിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രവർത്തകരെയോ ഒരിക്കലും പരാജയപ്പെടുത്താനോ അവരെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ല. നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന 1ാമത്തെ ലക്ഷ്യം തന്നെ ദീനി പഠന ക്ലാസ്. ദീനി പഠന ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിൽ സംഘടിച്ചിരിക്കുന്നതായ ഈ ചെറുപ്പക്കാരെ നമ്മളൊന്ന് വിലയിരുത്തുക. മദ്രസയിൽ 5ഓ 6ഓ ക്ലാസ്സൊക്കെയാണ് ദീനിയായ വിദ്യാഭ്യാസം അവർ നേടിയിട്ടുള്ളത്. അവർക്ക് അവരുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് ഇന്ന് ആ ചെറുപ്പക്കാർ കുറേ വളർന്നു യൗവനയുക്തരായ യുവാക്കളായി, പലരും ഭർത്താക്കന്മാരായി, പലരും പിതാക്കളായി. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇസ്ലാം ദീനിൻ്റെ പ്രാഥമിക പഠനങ്ങൾ സുതാര്യമായിട്ട് വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ച് മനസ്സിലാക്കുന്നതിനും അതുവഴി അള്ളാഹുവിലും റസൂലിലും വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനും പിന്നെ അടിസ്ഥാനപരമായി മുസ്ലിമായി കഴിഞ്ഞാൽ ആദ്യമായി നിർബന്ധമാകുന്ന നമസ്കാരത്തെ സംബന്ധിച്ച് കേവലമായ പരിജ്ഞാനം ഉള്ള അവർക്ക് അതിൽ അടിയുറയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെയാണ് ഇപ്പോഴ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് കടൽ പോലെ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പഠനം നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ദുനിയാവിലും കൂടി ആഖിറത്തിൽ വിജയം നേടുന്നതിനോടൊപ്പം ദുനിയാവിലും വിജയം നേടാൻ സഹായകരമാകുന്ന വൈജ്ഞാനികമായ ഒരു സമുദ്ധാരണം ഇവിടെ നടക്കണമെന്ന് ഈ ചെറുപ്പക്കാർക്ക് അതിയായ താല്പര്യവും അഭിപ്രായവും ഉണ്ടായി. ആ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന പുതിയ ആ ലക്ഷ്യങ്ങളാണ്, ഉദ്ദേശ്യങ്ങളാണ് നോട്ടീസുകളിൽ നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചേർന്നത്. മുഖ്യമായിട്ട് വൈജ്ഞാനിക മേഖലയിലെ പുരോഗതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈജ്ഞാനിക മേഖല എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ, അതായത് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ SEBC എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും പിന്തള്ളപ്പെട്ട സമൂഹം. ഈ ന്യൂനപക്ഷ സമൂഹത്തിന് അവരെ സമുദ്ധരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റുകൾ, അതുപോലെ തന്നെ വിവിധ സർക്കാർ നിയോഗിച്ച കമ്മിറ്റികൾ ഒക്കെ ശുപാർശ ചെയ്തിട്ടുള്ള ഒരുപാട് ഗുണപരമായ
കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ കഴിയും എന്ന് ഈ സംഘടന മനസ്സിലാക്കി. അതുപോലെ തന്നെ ഉപരിവിദ്യാഭ്യാസം 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് പഠനത്തോടു കൂടി നമ്മുടെ പഠനത്തിന്റെ കൂമ്പടഞ്ഞു പോവുകയാണ്. പലപ്പോഴും ഉപരിവിദ്യാഭ്യാസം നമുക്ക് കിട്ടാൻ കനിയാണ്. ആ ഉപരിവിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ അതോറിറ്റികൾ പലവിധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. വളരെ വിശാലമായി, വളരെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ബൃഹത്തായ ഒരു യോഗം സംഘടിപ്പിക്കണമെന്നായിരുന്നു സംഘം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഫോറത്തിൻ്റെ മുന്നിൽ സമയം വളരെ ഇടുക്കമായി അനുഭവപ്പെട്ടു. കാരണം ഇപ്പോൾ പബ്ലിക് പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുക, റിസൾട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉപരിവിദ്യാഭ്യാസത്തിന് പ്രവേശിക്കുന്നവർക്കുള്ള പ്രവേശന പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ പടിവാതിക്കൽ വന്ന് മുട്ടിയിരിക്കുന്നു. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ മറ്റന്നാൾ ആരംഭിക്കുക. 22, 23, 24, 25 തീയതികളിൽ. അപ്പോൾ ഇതിനൊക്കെ തയ്യാറെടുക്കുന്നതായ കുട്ടികൾക്ക് ഇത് കഴിഞ്ഞാൽ പുതിയ അധ്യാപന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കാവുന്നതായ സഹായങ്ങൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഈ കൾച്ചറൽ ഫോറത്തിൻ്റെ അവലോകനത്തിൽ കൂടി നടത്തി വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യണമെന്നും, വളരെ പുറകോട്ട് നീട്ടിപ്പോയാൽ, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം പുറകോട്ട് നീട്ടിയാൽ ഈ വിധ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്നും ഒക്കെ മനസ്സിലാക്കി വളരെ തിടുക്കപ്പെട്ടാണ് ഇങ്ങനെ ഒരെണ്ണം സംഘടിപ്പിച്ചത്. പക്ഷേ ബഹുമാന്യരായ ഇവിടുത്തെ ഈ കുന്നിക്കോട് നിവാസികളായ സഹോദരന്മാർ, അത് നാനാജാതി മതസ്ഥര് എല്ലാവിധത്തിലും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഈ കൾച്ചറൽ ഫോറത്തെ ആത്മാർത്ഥമായി സഹായിച്ചു. ആ സഹായം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടം വരെയും വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. അതിന് ഓരോരുത്തരോടും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. സ്വാഗതമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് അധ്യക്ഷൻ്റെ ഉപക്രമമായിരുന്നു. ഈ ഉപക്രമത്തിൽ സംഘടനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇനിയും സംസാരിക്കാനുള്ളവർക്ക് ആ പറയാനുള്ള അവസരം വിട്ടുകൊണ്ട്, ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയാൽ ഉപസംഹാരത്തിൽ പറഞ്ഞുകൊള്ളാം എന്നറിയിച്ചുകൊണ്ട് ഈ സന്നിഹിതരായ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ചവൻ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു